ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം. ഈ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്ന ധനുരാശിക്കാർക്ക് വ്യാഴം 7-ാം ഭാവത്തിൽ നിന്നും 8-ാം ഭാവത്തിലേക്ക് മാറുന്നൊരു സമയം കുറച്ചൊരു കഷ്ടത നിറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ഒരു സമയ കാലഘട്ടമായിട്ടാണ് പൊതുവെ പറഞ്ഞിരിക്കുന്നത്. വ്യാഴന്റെ ഈ മാറ്റം ഒരുപാട് അനിഷ്ടതകൾക്ക് ഇടയാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല നവംബർ മാസത്തോടു കൂടിയിട്ട് 7ര ശനി എന്നുള്ള ഒരു സമയദോഷം കൂടിയിട്ട് ആരംഭിക്കുന്നുണ്ട്. അപ്പം പകുതിക്ക് ശേഷം ഒന്നുകൂടി മോശം ഉള്ളതായിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വ്യാഴന്റെ ഈ മാറ്റം ആരോഗ്യപരമായിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ ദോഷമായി ബാധിക്കാനുള്ളതായിരിക്കുന്ന ഒരു സാധ്യത പറയുന്നുണ്ട്. കുടുംബപരമായി അനിഷ്ടപ്രദമായതിനാൽ തന്നെ സംയമനം പാലിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് പറയാം. ബന്ധുക്കളായി നിൽക്കുന്ന വ്യക്തികൾ മുഴുവൻ, അടുത്ത ബന്ധുക്കൾ മുഴുവൻ വിരോധത്തിലാകാനുള്ള ഒരു സമയം കൂടിയിട്ടായിട്ടാണ് പറയാം. വിവാഹാദി മംഗളകാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടായേക്കാൻ ഇടയുണ്ട്. ദാമ്പത്യ കലഹം, അപകീർത്തി എന്നിവയ്ക്കും സാധ്യത പ്രധാനമായിട്ടും പറയുന്നുണ്ട്. എല്ലാ കാര്യത്തിലും പൊതുവെ ശ്രദ്ധ വേണം എന്ന് തന്നെയാണ്. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്ന വ്യക്തികൾക്കും അത്ര കണ്ട് അനുകൂലമല്ലാത്ത ഒരു സമയമായിട്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഈ നിസ്സാര കാര്യങ്ങൾ പോലും തർക്കങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിച്ചേക്കാനും പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ബന്ധുജനങ്ങളിൽ നിന്നാണ് പ്രത്യേകിച്ചിട്ട് അതൃപ്തി വചനങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ കേൾക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു സമയ കാലഘട്ടമായിട്ടാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഈ പിതൃജനാദികൾക്കും അത്ര കണ്ടൊരു ഗുണപ്രദമുള്ള സമയമായിട്ടല്ല. വിദ്യാഭ്യാസപരമായിരിക്കുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്കും പ്രതികൂലമാകാനാണ് പ്രധാനമായിട്ടും സാധ്യത പറയുന്നത്. ആരോഗ്യപരമായും കുറച്ചൊരു ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് ധനുരാശിക്കാർക്ക് പൊതുവെ പറയുന്നത്. വ്യാഴന്റെ ഈ മാറ്റം ധനുരാശിക്കാർക്ക് കാര്യമായുള്ള രീതിയിൽ തന്നെ ദോഷങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സമയമായിട്ടാണ് പറയുക. പ്രണയകാര്യങ്ങളെല്ലാം തന്നെ വിഷമതയും അപമാന ഭയവും എല്ലാം തന്നെ ഉണ്ടാകാനുള്ള ഒരു സമയ കാലഘട്ടം കൂടിയിട്ടായിട്ടാണ് പറയുന്നത്. വിഷ്ണു ഭഗവാനെ നല്ല പോലെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. മാസത്തിലെ ജന്മനക്ഷത്രം തോറും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല വഴിപാട് മുതലായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വ്യാഴന്റെ ഈ ദോഷഫലത്തിന്റെ കാഠിന്യം കുറയ്ക്കുവാൻ സഹായിക്കും ധനുരാശിക്കാർക്ക്.